Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡിബിൾ പേൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എഡിബിൾ പേൾ, ഷുഗർ ബോൾസ്, അതുപോലെ എഡിബിൾ ബീഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുത്തുകൾ പോലത്തെ ഒരു ഇതുണ്ടല്ലോ ഡെക്കറേറ്റ് ചെയ്യുന്ന ഷുഗർ ബോൾസ്, അതങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് റേറ്റ് ആവുന്നുണ്ട് അതിന്. നമ്മൾ കേക്കൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളെ കേക്കിൻ്റെ കോസ്റ്റൊക്കെ കുറച്ച് കുറഞ്ഞും കിട്ടും. അപ്പോൾ നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റൊക്കെ കുറച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ എഡിബിൾ പേൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ഫോണ്ടൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫോണ്ടൻ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലേ നമ്മളെ ഈ ഷുഗർ ബോൾസൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഹാർഡായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം കുറച്ച് CMC പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുക്കാം. എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് ഈ ഫോണ്ടൻ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരേ തിക്നെസ്സിൽ നമുക്ക് ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളെ ബീഡ്സൊക്കെ ഒരേ വലിപ്പത്തിൽ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെറുതും വലുതൊക്കെ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേക്കിൽ അങ്ങനെയുള്ള ബീഡ്സാണ് ആവശ്യമെങ്കിൽ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോഴും അറിയാമല്ലോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബീഡ്സാണ് ആവശ്യമെന്ന്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയത് ചെറുതും വലുതൊക്കെ ആണെങ്കിൽ പല സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഓരോ പീസ് ഫോണ്ടൻറ്റും കയ്യിലേക്ക് എടുത്ത് ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്ത് ബോൾസാക്കി എടുക്കാം. ഒട്ടും തന്നെ ക്രാക്കില്ലാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ തന്നെ കുറച്ച് പർപ്പിൾ കളർ ഫോണ്ടൻറ്റും ഞാനിവിടെ റോൾ ചെയ്ത് ബോൾസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ കളറാണോ വേണ്ടത് അതൊക്കെ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഓറഞ്ച് കളറും ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ വൈറ്റ് കളറും ഓറഞ്ച് കളറും പർപ്പിൾ കളറുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള പേൾസാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലുള്ള ഡസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പർപ്പിൾ കളർ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ഒരു 2 പിഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റോൾ ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ പേളിലേക്ക് ഈ ഡസ്റ്റൊക്കെ അങ്ങ് പിടിച്ചിരിക്കും. നമ്മൾ ഈ ഒരു ഡസ്റ്റ് ഒരു ബോട്ടിൽ വാങ്ങിയൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലവർ കേക്ക് ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ കളർ കൊടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിന് നമ്മുടെ ഈ പേൾസിന് വെറും 2 പിഞ്ച് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കോസ്റ്റൊന്നും ഇതിലേക്ക് ആവുന്നില്ല. ഞാനിവിടെ വൈറ്റ് ബോൾസിലേക്ക് ഗോൾഡൻ ഡസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മളെ ബോൾസ് കിട്ടും. ഇനി ഓറഞ്ച് കളർ ബോൾസിലേക്ക് ഓറഞ്ച് കളർ ഡസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പല കളറിലുള്ള ഡസ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള പേൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാനിത് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ യെല്ലോ കളറും റെഡ് കളറാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിൽവർ കളറും ആക്കി എടുക്കുന്നുണ്ട്. ഈ 3 കളറിലുള്ള ഡസ്റ്റും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റെഡ് കളറും യെല്ലോ കളറും വൈറ്റ് കളറും ഫോണ്ടൻ്റ് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ യെല്ലോ കളർ ബീഡ്സ് നമുക്ക് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് നമ്മൾ നേരത്തെ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വൈറ്റ് ബോളിന്, ആ ബോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് യെല്ലോ കളർ ബോൾസ് ഇട്ട് കൊടുത്ത് അല്പം ഗോൾഡൻ ഡസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മളെ ആ യെല്ലോ കളറും നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ നമ്മുടെ യെല്ലോ കളർ ബീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡ് റെഡിയാക്കി എടുക്കാം. ഞാൻ സെയിം ബൗളിലേക്ക് തന്നെയാണ് റെഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ബൗളിൽ കൂടുതലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കളയണം.
എന്നിട്ട് നന്നായിട്ട് കൂടുതൽ ഡസ്റ്റൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് ബോളിലുള്ള ആ ഡസ്റ്റ് മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് റോൾ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ടുള്ള ഗോൾഡൻ ഡസ്റ്റൊക്കെ അങ്ങ് കുറഞ്ഞ് നല്ലൊരു കളറായി കിട്ടും. നമ്മൾ സെയിം കളറ് ഇപ്പോൾ റെഡ് കളർ തന്നെ ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറിൽ നമുക്ക് കിട്ടും. അപ്പം ഗോൾഡൻ കളർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഏത് കളറിലുള്ള ഫോണ്ടൻറ്റും ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഒന്ന് നല്ലൊരു ഷൈനിങ്ങോട് കൂടിയുള്ള ബീഡ്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം അതുമാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ബീഡ്സ് ഉണ്ടാക്കുക കേട്ടോ. അത്ര ഡാർക്കായി കിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സിൽവർ കളറിലുള്ള ബീഡ്സ് റെഡിയാക്കി എടുക്കാം. സിൽവർ കളറ് ഡസ്റ്റൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ബോൾസൊക്കെ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് സിൽവർ കളറാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് സിൽവർ എന്നുള്ള കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1-2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും 1-2 ഡ്രോപ്പ് പിഞ്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സിൽവർ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. നമ്മൾ CMC ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഈ സിൽവർ ബോൾസ് നമുക്ക് സിൽവർ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത ഈ വൈറ്റ് ബോൾസിലേക്ക് സിൽവർ ഡസ്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ സിൽവർ ബോൾസായി കിട്ടും കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ എഡിബിൾ ബീഡ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നന്നായിട്ട് അടച്ച് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോണ്ടൻ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് എടുക്കുന്ന സമയത്ത് ഒരിങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ കുറച്ചിങ്ങനെ വെള്ളത്തിൻ്റെ ഡ്രോപ്സൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസായിട്ട് എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ബേക്കേഴ്സിന് യൂസ്ഫുൾ ആകുന്ന കുറേ വീഡിയോസുകൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.